ഫ്രണ്ട്സ്, അപ്പം ഇന്നലെ ഒരു ന്യൂസ്, അതായത് നിങ്ങൾക്കറിയാലോ ഇറാൻ USA വാറൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ അപ്ഡേറ്റ് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ടൊക്കെയാണ് എപ്പോഴും ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനിടയിൽ ന്യൂസ് കണ്ടാണ്, നാട്ടിലെ ന്യൂസാണ്. അതായത് ചായ തരാത്തതിൻ്റെ പേരിൽ മരുമകളെ വെട്ടിക്കൊന്ന അമ്മായിയമ്മ. ഇവിടെ യുദ്ധം നടക്കുന്നു, അവിടെ ചായ കിട്ടാത്തതിന് അവർ നാട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെട്ടി കുത്തിക്കൊല്ലും ചാവലും എല്ലാമാണ്. എനിക്കറിയില്ല കേരളത്തിൻ്റെ ഗതി എങ്ങോട്ടോ. ന്യൂസ് തുറന്നു കഴിഞ്ഞാൽ കുത്തും കൊലപാതകവും, അത് നടുറോട്ടിലായിക്കോട്ടെ അല്ലാണ്ടായിക്കോട്ടെ എങ്ങോട്ടും ആയിക്കോട്ടെ. ആക്ച്വലി ഇത് എങ്ങോട്ടാണ് പോകുന്നത്? എനിക്ക് സർക്കാരിനോട് പറയാനുള്ളൊരു കാര്യമുള്ളൂ, കുറച്ചും കൂടി ജയിലിൻ്റെ സാലറി അങ്ങ് കൂട്ട്. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായിരിക്കുമല്ലോ. ജയിൽ ഫുഡ് ഫ്രീ, സാലറി, അക്കോമഡേഷൻ ഫ്രീ ആണ്, എല്ലാം ആണ്. അപ്പം പിന്നെ വേറെ കാര്യമൊന്നും നോക്കണ്ടല്ലോ, ജയിലിലോട്ട് നേരെ പോയാൽ മതിയല്ലോ. എനിക്കറിയില്ല, ഞാൻ ആ ന്യൂസ് ഇവിടെ പ്ലേ ചെയ്യാം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ പ്ലേ ചെയ്യാം. നിങ്ങളൊന്ന് കണ്ടു നോക്ക് കേട്ടോ. എൻ്റെ ഹെഡ്സെറ്റ്, വെർ ഇസ് മൈ ഹെഡ്സെറ്റ്? ഇനി അതിൻ്റെ പേരിൽ നമുക്ക് ആരെങ്കിലും തല്ലിക്കൊല്ലാൻ പറ്റുമോ? നമുക്ക് എന്തായാലും ന്യൂസ് കണ്ടു നോക്കാം. ഓക്കെ, ചോരയെ കുളിച്ചിട്ടാണ് വരുന്നത് കേസ്. നൈറ്റ് ഫുള്ള് ചോരയാണ്, അതും സ്വന്തം മക്കളുടെ മുമ്പിൽ. അപ്പം ഇതാണ് ആ ന്യൂസ്. അതായത് ഇതിനകത്ത് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്, ചിലതൊക്കെ യോജിപ്പിക്കും. ചായക്ക് വേണ്ടി മാത്രമല്ല കൊന്നതെന്ന് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഒരു നെയ്ബർ ആയിട്ടുള്ളൊരു സ്ത്രീ ഒരു വീഡിയോ പുറത്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ കുട്ടി അമ്മായിമ്മയും നല്ല അടിയാണ് ഇപ്പോഴും. ഓക്കെ, അതിനിടയിൽ കുറേ കമൻറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. സംഗതി ചായ ആണോ കാരണമൊക്കെ ചോദിച്ചതിന് പറയുന്നുണ്ട്, വാടക വീട്ടിൽ മാറി താമസിക്കുകയായിരുന്നു, പിന്നെ മുൻപ് ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട് ഈ കുട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. ദൈവത്തെ ഓർത്ത് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള വീടുകളിലേക്കൊന്നും ഈ ചെയ്തത് തെറ്റാണ്. ആ പെണ്ണിൻ്റെ കയ്യിലിരിപ്പുണ്ടെന്നൊക്കെ പറയുന്നു, ശരിയാണോ തെറ്റാണോ? അയൽവാസി പറഞ്ഞായിട്ടൊരു വീഡിയോ ഒക്കെ പുറത്ത് വരുന്നുണ്ട്. ഞാൻ പറയുന്നത് തക്കതായ ശിക്ഷ കൊടുക്കുക, അല്ലാതെ ഈ ജയിലിലോട്ട് വിട്ടിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ജയിലിലോട്ട് വിട്ട് അവർക്ക് സാലറി കൂട്ടി കൊടുത്തിട്ടൊന്നും കാര്യമൊന്നുമില്ല. ആ സാലറിയിലൊക്കെ ചില പ്രതീക്ഷയോടെ പോകുന്നവരുണ്ട്. സോ ദൈവത്തെ ഓർത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പം വീട്ടിലോട്ട് കെട്ടിച്ച് വിടാൻ പോകുന്നവരായിക്കോട്ടെ, കെട്ടിക്കൊണ്ട് പോയി മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നോക്കിയും കണ്ടൊക്കെ ജീവിക്കുക. അത് അമ്മായിയമ്മയായാലും മരുമകളായാലും കെട്ടിയവനായാലും, മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സാഡായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. അതിൽ വളരെ വിഷമമുണ്ട്. ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറഞ്ഞിട്ട് ഇപ്പം ചെകുത്താന്മാർ വാഴുന്ന ഒരു നാടായിട്ട് നമ്മുടെ കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ അനുവദിച്ചുകൂടാ. അപ്പം കാണാം.